അപ്പോൾ വിരൽത്തുമ്പിൽ ഫുട്ബോൾ ബാലൻസ് ചെയ്ത് നിർത്തുന്ന ഒട്ടേറെ പേരുണ്ടാകും. എന്നാൽ തൻ്റെ നെറ്റി കൊണ്ട് ഗ്യാസ് സിലിണ്ടർ നിമിഷങ്ങളോളം ബാലൻസ് ചെയ്ത് നിർത്തുന്ന കൂടുതൽ പേരുണ്ടാവില്ല. അത്തരമൊരാൾ മലപ്പുറത്തുണ്ട്. കാണാം. പലരും പലതരത്തിലാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് മലപ്പുറം ഒളവട്ടൂർ സ്വദേശിയായ ഉമറിനെയാണ്. ഉമർ എങ്ങനെയാണ് വൈറലാകുന്നതെന്ന് ചോദിച്ചാൽ അത് സാധാരണ ബാക്കിയുള്ളവർക്ക് അത്ര എളുപ്പത്തിൽ പിന്തുടരാൻ കഴിയുന്ന രീതി കൊണ്ടല്ല. ബാലൻസിംഗ് ആണ് ഈ യുവാവിൻ്റെ പ്രത്യേകത. എങ്ങനെ എന്തെല്ലാം ഇയാൾ ബാലൻസ് ചെയ്ത് മറ്റുള്ളവരെ അമ്പരപ്പെടുത്തുന്നു എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാം. എന്തായാലും ഉമറിൻ്റെ ആ ബാലൻസിങ് സ്കില്ല് നമുക്ക് ആദ്യം കണ്ടു മനസ്സിലാക്കാം. അപ്പൊ കാണുന്ന പോലെ അത്ര എളുപ്പമല്ല ഈ ഗ്യാസും കുറ്റി പൊക്കല്. അവിടെയാണ് ഉമർ നെറ്റ് കൊണ്ട് ഇത് ബാലൻസ് ചെയ്ത് സെക്കൻഡുകളോളം നിർത്തുന്നത്. ഉമർ എങ്ങനെയാണ് ഇത് പരിശീലിച്ചത്? ഇതിൻ്റെ തുടക്കം എന്ന് വെച്ചാൽ ആദ്യം ചെയർ കൊണ്ട് തുടങ്ങി. അത് ഫുട്ബോളാണ് മെയിൻ. അതിൻ്റെ ഒരു ബേസിൽ ഹെഡ് ബാലൻസ് ഉണ്ട്. പിന്നെ ഞാൻ മുന്നേ റെസ്ലിംഗ് കളിക്കുന്നതാണ്. നെക്കും കാര്യങ്ങളൊക്കെ സ്ട്രെങ്ത് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കോൺഫിഡൻസിൽ ആദ്യം ചെയർ കൊണ്ട് തുടങ്ങി. ചെയർ കോണിയിലോട്ട് എത്തിച്ച് കോണി പിന്നെ അടുത്ത് എന്ത് ചെയ്യും എന്നുള്ള മെൻറ്റാലിറ്റിയിൽ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഫുഡ് കഴിക്കുമ്പം അടുക്കളയിൽ ഗ്യാസ് സിലിണ്ടർ കാണുന്നത്. ഞാൻ ഗ്യാസ് സിലിണ്ടർ എടുത്ത് പൊക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നേരെ സുഹൃത്തുക്കളെ വിളിച്ചു. എന്തുണ്ടെങ്കിലും ഫ്രണ്ട്സാണ് സപ്പോർട്ട്. അപ്പം ആരെ വിളിച്ചു, അങ്ങനെ ഏതാണെങ്കിലും വിളിച്ചാൽ അപ്പം ഓക്കെ എന്ന് പറയുന്ന എല്ലാ ഫ്രണ്ട്സും ഉണ്ട്. അങ്ങനെ വിളിച്ചു. ഫസ്റ്റ് സിലിണ്ടർ വെച്ചു, ഒന്ന് വെച്ചു. അത് ഞാൻ റെക്കോർഡിൽ അപ്ലൈ ചെയ്തു. റെക്കോർഡ് കിട്ടി. അപ്പോൾ ഞാൻ ഒന്നുകൂടി കോൺഫിഡൻസ്, അതിൽ എനിക്ക് ഒന്നുകൂടി മോട്ടിവേഷനായി. രണ്ടാമത് പിന്നെ ഞാൻ എന്ത് ചെയ്തു, അടുത്തത് ഗ്യാസ് സിലിണ്ടറിന് എന്ത് വെറൈറ്റി ചെയ്യുമെന്ന് വിചാരിച്ചപ്പോൾ 2 സിലിണ്ടർ താഴെ വെച്ചിട്ട് അതിന് മേലെ കയറി ബാലൻസ് ചെയ്താൽ വിചാരിച്ചു. അതും ഞാൻ ബാലൻസ് ചെയ്തു. അതൊക്കെ ഫസ്റ്റ് ട്രയൽ തന്നെ എൻ്റെ ഇത് ഫിനിഷ് ആവുന്നുണ്ട്. ഒരു പ്രാക്ടീസിൻ്റെ ആവശ്യം എനിക്ക് അവിടെ വന്നിട്ടില്ല. അപ്പോൾ ഒന്നുകൂടി കോൺഫിഡൻസ് ആയി. പിന്നെ ഇപ്പോൾ അടുത്ത കണ്ടന്റായിട്ട് എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചപ്പോഴാണ് എൻ്റെ കസിനോട് പറഞ്ഞത് 4 സിലിണ്ടർ ഇങ്ങനെ അട്ടിക്ക് വെച്ച് അതിന് മേലെ കയറി നോക്ക്, പറ്റുവാണെങ്കിൽ ചെയ്യുന്നു പറഞ്ഞു. റിസ്ക് എടുത്ത് ചെയ്യുന്നു പറഞ്ഞു. അത് ചെയ്തു. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലാണോ? ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്. സിംഗിൾ സിലിണ്ടറാണ് വെച്ചത്. ഇതൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല. ഗ്യാസ് താഴെയുള്ളത് മാത്രം നിറച്ചത്, മേലുള്ളത് ബാലൻസ് ചെയ്യണത് കാലിയാണ്. ശരിക്കും ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾ ബ്രീത്ത് ആണല്ലോ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട. നമ്മൾ കോൺഫിഡൻസ് എന്താ പറയുക, ബ്രീത്ത് നോർമലാണോ എപ്പോഴും, അല്ലെങ്കിൽ വിറയൽ വരും. ഇപ്പൊ തന്നെ ഞാൻ ഫസ്റ്റ് ടൈം ചെയ്തപ്പോൾ എനിക്ക് ചെറിയൊരു വിറയൽ വന്നു. കാരണം ഇതൊരു കോൺഫിഡൻസ് ലൈമാണ്. ഫസ്റ്റ് ടൈം ആണല്ലോ ഇങ്ങനെ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു വിറയൽ വന്നു. പിന്നെ റെഡിയായി. എന്തുകൊണ്ടാണ് ഈ ഒരു ഇത്തരത്തിൽ ബാലൻസിങ് എന്ന ഇതിലേക്ക് ശ്രദ്ധ വന്നത്? കാരണം പലരും പലതരത്തിലാണ് അവരുടെ സ്കില്ല്. ഇതാണ് ഈ ബാലൻസിങ്ങിൽ എന്നുള്ളത് എന്താണ് അത്ര ശ്രദ്ധിക്കാനുള്ള ഒരു കാരണം? ഈ സോഷ്യൽ മീഡിയ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വെറൈറ്റി ഒരാളെ കയ്യിൽ വേണം. ഒരു സ്കില്ലുണ്ടെങ്കിൽ 4 ഇടയിൽ വില ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യണം എന്നുള്ള തിങ്കോട് മാത്രം. ഫുട്ബോൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പോൾ ഫുട്ബോളിലെ വാല്യൂ എന്ന് പറഞ്ഞാൽ വാല്യൂ ഇല്ല എന്നല്ല, ഒരുപാടുള്ളതുകൊണ്ട് നമ്മളൊന്നും അത്ര ശ്രദ്ധിക്കില്ല. നമ്മൾ സൈഡാക്കിയിട്ടു പലതും. ഇതിപ്പം എൻ്റെ ഒരു ഐഡന്റിറ്റി ആയി മാറി ഗ്യാസ് സിലിണ്ടർ എന്നുള്ളത്. ഇതിപ്പോ എവിടെയൊക്കെയാണ് ഈ കഴിവ് പ്രകടിപ്പിച്ചുള്ളത്? ഇൻസ്റ്റാഗ്രാമിൽ സജീവമായിരിക്കും എന്നറിയാം. അതിന് പുറമെ ഏതെങ്കിലും വേദികളിൽ അങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ? ഒരുപാട് കോളേജുകളിൽ, ഒരു സ്കൂൾസിൽ, അങ്ങനെ കുറെ കമ്മ്യൂണിറ്റി മീറ്റപ്സ് കാര്യങ്ങളിൽ ചെയ്തിട്ടുണ്ട്. ഈ കോളേജിലല്ലേ? സ്വന്തം കോളേജിൽ ചെയ്തിട്ടുണ്ട്? സ്വന്തം കോളേജ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ എൻ്റെ കോളേജ് സ്വന്തം കോളേജായിട്ട് കൊണ്ടോട്ടി ഗവൺമെന്റ് കോളേജിൽ തന്നെ. എങ്ങനെയായിരുന്നു കോളേജിൽ നിന്നുള്ള റിയാക്ഷൻ? കോളേജിൽ നല്ല റിയാക്ഷനാണ്. അപ്പോൾ നമ്മൾ എന്താ പറയാ, മോട്ടിവേറ്റ് ആവും. നമുക്ക് അത്രയും സപ്പോർട്ട് ഉണ്ടെന്ന് മനസ്സിലാവും. അവരൊക്കെ എന്താ അഭിപ്രായം അങ്ങനെ മോട്ടിവേറ്റ് ഒക്കെ പറയുമ്പോൾ അടുത്ത കോളേജിലേക്ക് നമുക്ക് ഒരു ചാൻസ് ആയി മാറുന്നത്. ശരിക്കും ഇത് കണ്ടിട്ട് ഒരുപാട് പേര് അനുകരിക്കാൻ സാധ്യതയില്ലേ? അപകട സാധ്യതയില്ലേ? അപകട സാധ്യത ഉണ്ട്. അത് സ്വന്തം റിസ്കിൽ എൻ്റെ ഒരു കോൺഫിഡൻസ് കൊണ്ട് മറ്റാരും ഇത് ചെയ്യാതിരിക്കുക. കാരണം ഞാനെന്ന് പറയുമ്പോൾ റെസ്ലിംഗ് സ്റ്റാർട്ടിങ് മുതൽ നെക്ക് സ്ട്രെങ്ത്തും കാര്യങ്ങളും ബോഡി ഫുൾ ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് എൻ്റെ ഒരു കോൺഫിഡൻസിൽ ചെയ്യാണ്. അപ്പം ചെയ്യണോല് മാക്സിമം പ്രാക്ടീസ് ആയിട്ട് നെക്ക് മുതൽ പ്രാക്ടീസ് ചെയ്തിട്ട് ഇത് നമുക്ക് വരാം. ഡയറക്റ്റ് ആരും വരാതിരിക്കുക. വീട്ടുകാരൊക്കെ പേടിക്കുന്നുണ്ട് അത് ആദ്യം കാണും? വീട്ടുകാർ ഉമ്മ പറഞ്ഞത് എനിക്ക് എന്താ പിരാന്താണോ, ഒന്നും പിടിച്ചാൽ പോരാന്നാ ചോദിച്ചേ. അപ്പോൾ എൻ്റെ ഒരു കോൺഫിഡൻസിൽ ചെയ്യാം, അത്രേ ഉള്ളൂ. അവരെ സപ്പോർട്ട് ഉണ്ടാവും എന്താണെങ്കിലും. എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടില്ല? ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. ആത്മവിശ്വാസം. ഇനിയിപ്പോൾ എന്താണ് ഈ ഗ്യാസ് സിലിണ്ടർ അടുത്തൊരു പദ്ധതി എങ്ങനെയാണ്, പ്ലാൻ എങ്ങനെയാണ്? അടുത്തത് എന്താന്ന് മൈൻഡിൽ വരട്ടെ, ചിന്തിക്കാൻ സമയമുണ്ട്. അപ്പം എന്തെങ്കിലും മൈൻഡിൽ വന്നാൽ അത് നമുക്ക് ട്രൈ ചെയ്യും.
ഉമറിന് പങ്കുവയ്ക്കാനുള്ളത്. കാരണം വെറും ഒരു ചെറിയ സ്കില്ലല്ല ഉമറിൻ്റെത്. നല്ല ഭാരമുള്ള ഗ്യാസ് സിലിണ്ടറാണ് ഈ നെറ്റിത്തടത്തിൽ ബാലൻസ് ചെയ്ത് നിർത്തി മിനിറ്റുകളോളം അങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. അത് എല്ലാവർക്കും കഴിയുന്ന ഒരു കാര്യമല്ല. അതുതന്നെയാണ് ഉമറിനെ വേറിട്ടതാക്കുന്നത്. അഖിലോട്ട് പാറയ്ക്കൊപ്പം CV അനുമോദ്, News 18.